ഫുട്ബോളിൽ വിസ്മയം തീർക്കുന്ന ഒരു കൊച്ചുമിടുക്കൻ 100% കേൾവി പരിമിതി നേരിടുന്ന ആദിഷ് എന്ന വിദ്യാർത്ഥി ജീവിത പ്രതിസന്ധികളെല്ലാം മറികടന്ന് സംസ്ഥാന തലത്തിൽ തന്നെ മിന്നും പ്രകടനം കാഴ്ചവെച്ച് എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് ഈ ആദിഷ് ഇപ്പോൾ. ലോകത്തെ കേൾക്കുക എന്ന സ്വപ്നത്തോടൊപ്പം തന്നെ സ്വന്തമായി ഒരു വീടെന്ന മോഹം കൂടി ആദിഷിനുണ്ട്. കേൾവി ഇല്ലാത്തതുകൊണ്ട് ആരും വരെ പൊട്ടാന്ന് വരെ വിളിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ഇൻ്റലിജൻറ്റ് പ്ലെയറാണ് ആദിഷ്. അതെ, ആദിഷിന് ലോകത്തെ കേൾക്കാൻ സാധിക്കില്ല. ആശയവിനിമയത്തിനും പരിധിയുണ്ട്. എന്നാൽ ജീവിതം തീർത്ത പ്രതിസന്ധിക്കപ്പുറം തന്റെ സ്വപ്നങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ലോകത്ത് കാൽപന്ത് കളിയുമായി മുന്നേറുകയാണ് ഭിന്നശേഷിക്കാരനായ ആദിഷ്. തന്നെ പരിഹസിച്ചവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. സഹോദരങ്ങളെ കണ്ട് ഫുട്ബോളിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു. പിന്നീട് തലയോലപ്പറമ്പ് മുഹമ്മദ് ബഷീർ ഹൈസ്കൂളിലെ പഠനം പല നേട്ടങ്ങൾക്കും വഴിയൊരുക്കി. ഞാൻ മുഹമ്മദ് ബഷീർ സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ട് വിളിച്ചപ്പോൾ 10-40 +2 വരെയുള്ള കുട്ടികൾ വന്നായിരുന്നു. അപ്പോൾ ആദ്യ സന്തോഷം ഇങ്ങനെ മുടി ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് താല്പര്യമുണ്ടായില്ല. ഞാൻ വളരെ റേസ് ചെയ്ത് സംസാരിച്ചു. അങ്ങനെ വന്നപ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ 2 ചെവിയും ഇല്ലാത്ത കുട്ടിയാണെന്ന്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ ആദ്യ സന്തോഷിന് പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ പ്രിൻസിപ്പളിൻ്റെ പെർമിഷൻ എടുത്ത് ഒരു ബൂട്ട് മേടിച്ചു കൊടുത്തു. ആ ബൂട്ട് വെച്ചാണ് കോട്ടയം ജില്ലയെ സ്റ്റേറ്റ് റണ്ണേഴ്സ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. എൻ്റെ സാരിയുടെ മറയിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാണുമ്പോൾ നമുക്ക് വലിയ വിഷമം. തലപ്പുറം ബോയ്സ് സ്കൂൾ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ആ പിള്ളേർ, ആ ടീച്ചേഴ്സിന്, ആ സാറന്മാരും ഒന്നും ഇവനാക്കി മാറ്റിയത്, ആദിഷാക്കി മാറ്റിയത് അവരാണ്. ഈ ലോകത്തെ ശബ്ദങ്ങൾ അറിയണം, അനുഭവിക്കണം. അതിനായി ചികിത്സ എന്ന കടമ്പ കടക്കണം. മാത്രമല്ല, സ്വന്തമായൊരു വീടെന്ന സ്വപ്നം ആദിഷിന്റെയും കുടുംബത്തിന്റെയും ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇയർഫോൺ ചെയ്യുന്നതിന് നമ്മൾ മൈസൂർ കൊണ്ട് കാണിച്ചായിരുന്നു. ഇനിയിപ്പോൾ അതിനുള്ള ആരെങ്കിലും സഹായിച്ചെങ്കിലേ ഉള്ളൂ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് എനിക്ക് സ്ഥലമോ വീടോ ഒന്നുമില്ല. ഞാൻ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന തലത്തിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച് ടീമിന് രക്ഷകനായതും ആദിഷ് തന്നെ. ആദിഷ് ശരിക്കും ഒരു ഫോർവേഡ് പ്ലെയറാണ്. പക്ഷേ ഇൻക്ലൂസീവ് ഫുട്ബോളിൻ്റെ നിയമം അനുസരിച്ച് ആദിഷ് സന്തോഷ് കളിച്ചത് ബാക്കാണ്, സ്റ്റോപ്പർ ബാക്കാണ്. എന്നിട്ടും 3 ജില്ലകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് റണ്ണേഴ്സ് നേടിയത്. കാൽപന്ത് കളിയിൽ ആദിഷ് ഇനിയും മാജിക്കുകൾ വിരിയിച്ചുകൊണ്ടേയിരിക്കും. പരിമിതികളല്ല, മറിച്ച് സ്വപ്നങ്ങൾ മാത്രമാണ് ആദിഷിന്റെ ചെറിയ വലിയ ലോകത്തിലുള്ളത്. ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം സ്നേഹമോൾ നേനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് തത്സമയം. ശ്യാം, കേൾവി പരിമിതി അതൊരു പരിമിതി അല്ല ആദിഷിന് മുൻപിൽ. ആദിഷ് ഇനിയും ഉയരങ്ങൾ കീഴടക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. റിപ്പോർട്ടിൽ ആദിഷിന്റെ അമ്മ പറയുന്നുണ്ട് മകനെ ഒരുപാട് പേർ കളിയാക്കിയിട്ടുണ്ടെന്ന്. പക്ഷെ നമ്മൾ പറയാറുണ്ട് ഈ കളിയാക്കിയവരൊക്കെ കയ്യടിക്കുന്ന ഒരു കാലം വരുമെന്ന്. ആ കാലമാണ് ഇപ്പോൾ ആദിഷിന്. എല്ലാവരും ആദിഷിന്റെ ആ ഒരു കഴിവിൽ വലിയ കയ്യടികളാണ് നൽകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പരിമിതി ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ തളർന്നിരിക്കുന്നവർക്ക് വലിയ പ്രചോദനമായി തന്നെ ആദിഷ് മാറുകയാണ്. 100% കേൾവി പരിമിതി നേരിടുന്ന വിദ്യാർത്ഥിയാണ് ആദിഷ്. ആദിഷിന് തൻ്റേതായ ഒരു ഇടം കണ്ടെത്താൻ വേണ്ടി ആദിഷ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഫുട്ബോളിനെയാണ്. ഈ ഫുട്ബോളിനെ ആശ്രയിച്ച് ആദിഷ് മുന്നേറുകയാണ്. വലിയൊരു മാറ്റം ആദിഷിൻ്റെ ജീവിതത്തിൽ തന്നെ ആദിഷിന് മാറ്റിയെടുക്കാൻ ഈ ഫുട്ബോളിലൂടെ കഴിഞ്ഞു. ഫുട്ബോളിനെ അത്രയേറെ പ്രണയിക്കുന്നു. സഹോദരന്മാരിൽ നിന്നാണ് ആദിഷ് ഫുട്ബോളിലെ ആദ്യ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. പിന്നീട് ഈ തലയോലപ്പറമ്പിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്കൂളിലെ പഠനവുമൊക്കെ ആദിഷിന് ഈ ഫുട്ബോൾ മേഖലയിലടക്കം വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാനും മറ്റുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ആദിഷിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ചികിത്സ. ആ ചികിത്സയിലൂടെ ലോകത്തെ കേൾക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഫുട്ബോളിൽ വലിയൊരു മാന്ത്രികത തീർക്കാൻ കൂടി കഴിയണം. ഒരു സാധാരണക്കാരനായ ഒരു കുടുംബമാണ് ആദിഷിൻ്റെ. അതുകൊണ്ട് തന്നെ വീടെന്ന ഒരു സ്വപ്നം കൂടി ആദിഷിനുണ്ട്. ആ വീടെന്ന സ്വപ്നം കൂടി സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് ആദിഷും ആദിഷിൻ്റെ കുടുംബവും. എന്തായാലും ഈ ഒരു ചെറിയ പരിമിതികൾ, അതായത് അദ്ദേഹത്തിൻ്റെ ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് ഒരു വലിയ
ലോകം കീഴടക്കാനുള്ള ഒരു ശ്രമമാണ് ആദിഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിന് നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഒരു ചെറിയ കൈത്താങ്ങ് ഏകാൻ കഴിയുമെങ്കിൽ ആ കൈത്താങ്ങ് ഉൾപ്പെടെ ഏകിക്കൊണ്ട് ആദിഷിനെ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഒരു വീടെന്ന സ്വപ്നത്തിലേക്കും ലോകത്തെ കേൾക്കാൻ കഴിയുന്ന ഒരു മാറ്റത്തിലേക്കുമൊക്കെ ആദിഷിന് വരേണ്ടതുണ്ട്. ആ നല്ല രീതിയിൽ ചികിത്സയൊക്കെ പൂർത്തീകരിച്ച് ആദിഷ് ഒരു കേൾവിശക്തിയുള്ള ഒരാളായി കൂടി തീർച്ചയായിട്ടും ആദിഷിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ട്. ആ ഉയരങ്ങൾ കീഴടക്കാനുള്ള ഓട്ടത്തിലാണ് ആദിഷ്. പക്ഷെ അതോടൊപ്പം ഉള്ള ഒരു കുഞ്ഞു സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു കൈത്താങ്ങാകാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ കഴിയുമായിരിക്കും. അപ്പോൾ സഹായിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് നേരിട്ട് സമീപിക്കാം. ആദിഷിനെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കൂടി സഹായിക്കാം.